സിഫറൽ യദൈനി, വെറും കയ്യോടെ. സിഫർ മീൻസ് 0, അതായത് ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ കയ്യോടെ. കാന ദാലിക ഫീ സ്വബാഹി അഹദിൽ അയ്യാമി മിൻ ആമി 1979 മിലാദിയ. 1979 ഒരു ദിവസം പ്രഭാതത്തിൽ രാവിലെയായിരുന്നു അത്. കാനദാലിക അതായിരുന്നു, ഫി സ്വബാഹി അഹദിൽ അയ്യാം ഒരു ദിവസം രാവിലെയായിരുന്നു 1979. ഖററ അൽ വസീർ അൻ യതഖല്ല അൻ മൻസിബിഹി അൽ ഹുക്കൂമി. മന്ത്രി തൻ്റെ ഔദ്യോഗികമായ പദവിയിൽ നിന്നും ഒഴിയാൻ, സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചു. ഖററ തീരുമാനിച്ചു, അൽ വസീർ മന്ത്രി, അൻ യതഖല്ല സ്ഥാനമൊഴിയാൻ, അൻ മൻസിബിഹി സ്ഥാനത്ത് നിന്നും, അൽ ഹുക്കൂമി ഗവൺമെൻറ് ഔദ്യോഗികമായ ഗവൺമെൻറ് പദവിയിൽ നിന്നും സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചു. എന്നിട്ടോ വ അൻ യഊദ ഇലാ ഖറിയതിഹി ഫീ കാലിക്കുത്ത്, എന്നിട്ട് കോഴിക്കോടുള്ള തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാനും തീരുമാനിച്ചു. അങ്ങനെ തസ്തഇദു ആയിലത്തുഹു, അദ്ദേഹത്തിൻ്റെ കുടുംബം തയ്യാറാവുകയാണ്, ലിർരിഹലത്തി യാത്രയ്ക്ക് വേണ്ടി, മിൻ ആസിമത്ത് കേരള ഇലാ മസ്കത്ത് റഅസിഹി, കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും തങ്ങളുടെ ജന്മ നാട്ടിലേക്ക്. ആസിമത്തു കേരള, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഇല മസ്കത്ത് റഅസ് മീൻസ് ജന്മദേശം, അതായത് കോഴിക്കോട്, കോഴിക്കോടേക്ക് പോവുകയാണ്. തജ്മഅ ഉസ്റത്തുഹു ബഅദൽ അസാസി, അദ്ദേഹത്തിൻ്റെ കുടുംബം ചില ഫർണിച്ചറുകളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. വൽ അംതിഅത്തിൽ ബസീത്ത, അതേപോലെ അതായത് ചില അത്യാവശ്യമായ കാര്യങ്ങൾ. ബഅദൽ അസാസി വൽ അംതിഅത്തിൽ ബസീത്ത മീൻസ് അത്യാവശ്യമായ ലഘുവായ ചില വീട്ടു സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്തിന്? കൊണ്ടുപോകാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ഇബ്നുഹു വബ്നത്തുഹു, അദ്ദേഹത്തിൻ്റെ മകനും മകളും യുറത്തിബാനി ക്രമീകരിക്കുകയാണ്, അല്ലെങ്കിൽ അടുക്കി വെക്കുകയാണ്, അൽ കുത്തുബ പുസ്തകങ്ങൾ, ബിഹനാനിൻ വളരെ സാവധാനം, വളരെ സ്നേഹത്തോടെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ്. യഅരിഫാനി ജയ്യിദൻ, അവർക്ക് നന്നായി അറിയാം, അന്ന ഹാദിഹിൽ കുത്തുബ ഗാലിയത്തുൻ ജിദ്ദൻ, ഈ പുസ്തകങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ് എന്ന്. വലം യകുൻ ലദൽ വാലിദി, പിന്നെയോ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ ഇല്ല എന്നും അവർക്കറിയാം. അയ്യു മുംതലകാത്തിൻ സിവാ ഹാദിഹിൽ കുത്തുബി സമീന, ഈ വിലപിടിപ്പുള്ള പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ സമ്പാദ്യമായി ഇല്ല എന്നും അവർക്കറിയാം. വലം യകുൻ ലദൽ വാലിദി, പിതാവിൻ്റെ അടുക്കൽ ഇല്ല എന്നും അവർക്കറിയാം. അയ്യു മുംതലകാത്തിൻ, ഒരു സമ്പാദ്യവും, സിവ അല്ലാതെ, കൂടാതെ, ഹാദിഹിൽ കുത്തുബി ഈ പുസ്തകങ്ങളല്ലാതെ, അസമീന വിലപിടിച്ച, വൽ മലാബിസ് ലാസിമ അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങളും അല്ലാതെ, അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ഈ പുസ്തകങ്ങളുമൊക്കെയാണ് തങ്ങളുടെ പിതാവിൻ്റെ സമ്പാദ്യം എന്നവർക്ക് നന്നായി അറിയാം. കൈഫ അസ്ലു ഇലാ ബൈത്തി മഅൽ ആയില, അദ്ദേഹം മനസ്സിൽ പറയുകയാണ്, മന്ത്രി, ഞാൻ എങ്ങനെ കുടുംബത്തെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് എത്തും? കൈഫ അസ്ലു, ഞാൻ എങ്ങനെ എത്തും? ബൈനമാ കാനൽ വസീറു ഗാരിഖൻ ഫി അഫ്കാരിഹി, അങ്ങനെ ആ മന്ത്രി തൻ്റെ ചിന്തകളിൽ മുഴുകിയിരിക്കെ, ബൈനമാ കാനൽ വസീറു ഗാരിഖൻ, മുഴുകിയിരിക്കെ, ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത്, സമിയ സൗത്തൻ മഅലൂഫൻ, ഒരു പരിചിതമായ ശബ്ദം കേട്ടു, മിനൽ ഖാരിജി, പുറത്തുനിന്ന്. സുദീഖുഹു ജാ അലി സിയാറത്തിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അസ്ന അൽ കലാമി, അങ്ങനെ സുഹൃത്ത് വന്നു സംസാരത്തിനിടയിൽ. അസ്ന അൽ കലാമി മീൻസ് സംസാരത്തിനിടയിൽ. അദ്റക സുദീഖുഹു, സുഹൃത്തിന് മനസ്സിലായി, ഹാജത്തഹു ഇലാ മബ്ലഗി മിനൽ മാലി, അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ആവശ്യം, ഹാജത്ത് മീൻസ് ആവശ്യം, ഇലാ മബ്ലഗി മിനൽ മാലി പണം, അല്ലേ, പണം ആവശ്യമുണ്ട് ഇദ്ദേഹത്തിന് എന്ന് സുഹൃത്തിന് മനസ്സിലായി. ഫഖദ്ദമ ഇലൈഹിൽ മബ്ലഗ, അങ്ങനെ അദ്ദേഹം മന്ത്രിക്ക് എമൗണ്ട് കൊടുത്തു, പണം കൊടുത്തു. വ ബഅദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം, വസലത്ത് സയ്യാറത്ത് ഉജറത്തിൻ അമാമൽ ബൈത്തി, വീട്ടിൻ്റെ മുമ്പിൽ ഒരു ടാക്സി കാർ എത്തി. സയ്യാറ ഉജറ മീൻസ് ടാക്സി, വീട്ടിൻ്റെ മുമ്പിൽ ഒരു ടാക്സി എത്തി. വ ബദഅ അഅ്ളാഉൽ ഉസ്റത്തി യസ്തഇദ്ദൂന ലിറുകൂബി സയ്യാറ, അങ്ങനെ ബദഅ അഅ്ളാഉൽ ഉസ്റ, കുടുംബത്തിലെ മെമ്പേഴ്സ്, അല്ലേ, അതായത് ഈ മന്ത്രിയും ഭാര്യയും മക്കളും, ബദഅ തുടങ്ങി, യസ്തഇദ്ദൂന തയ്യാറാകാൻ തുടങ്ങി, ലിറുകൂബി സയ്യാറ ആ കാറിൽ കയറാൻ വേണ്ടി, ആ ടാക്സിയിൽ കയറാൻ തയ്യാറാകാൻ തുടങ്ങി. മീൻസ് ടാക്സി വന്നു, അപ്പോൾ ഇവർ ടാക്സിയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഫജിയത്തൻ, പെട്ടെന്ന് ഖദിമ സുദീഖുഹു സിയാസിയുൽ മെഹബൂബ്, തൻ്റെ പ്രിയപ്പെട്ട ആ രാഷ്ട്രീയ കൂട്ടുകാരൻ വന്നു. തഅല്ലമ ബിഹാദൽ മൻദരി, അദ്ദേഹം ഈ കാഴ്ച കണ്ട് വേദനിച്ചു.
ആ കൂട്ടുകാരൻ പെട്ടെന്ന് ഈ കാഴ്ച കണ്ടു അല്ലേ. കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ടു ടാക്സി വരുന്നത്. അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ടാക്സിയിലാണ് പോകുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ തഅല്ലമ അദ്ദേഹത്തിന് വേദനിച്ചു ബിഹാദൽ മൽദർ ഈ കാഴ്ച കണ്ടപ്പോൾ. വംതല കൽബുഹു അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു ബിൽ ഹുസ്നി സങ്കടം കൊണ്ട്. വഖാല ഫി നഫ്സിഹി എന്നിട്ട് അയാൾ മനസ്സിൽ പറഞ്ഞു, സഈമി യഊദു ഫി സയ്യാറ ഉജ്റ എൻ്റെ നേതാവ് ടാക്സിയിൽ മടങ്ങുകയാണോ? ലൻ അസ്മഹ ബിഹാദ ഞാനിത് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വത്തസല ബി സവ്വാഖിഹി അദ്ദേഹം തൻ്റെ ഡ്രൈവറെ വിളിച്ചു. ഇത്തസല മീൻസ് ബന്ധപ്പെട്ട് ഫോണിൽ വിളിച്ചു. വ അമറഹു ബി തൗസീലി സഈമി ഇലാ ഖറിയതിഹി ബി സയ്യാറതിഹിൽ ഖാസത്തി എന്നിട്ട് അയാളോട് തൻ്റെ സ്വകാര്യ വാഹനത്തിൽ തൻ്റെ പ്രൈവറ്റ് കാറിൽ അതായത് തൻ്റെ സ്വന്തം കാറിൽ ഈ സഈമിനെ നേതാവിനെ തൻ്റെ നാടായ കോഴിക്കോട്ടേക്ക് എത്തിക്കാൻ ഡ്രൈവറോട് പറഞ്ഞു. വ അമറഹു അദ്ദേഹം ഡ്രൈവറോട് കൽപ്പിച്ചു ബി തൗസീലി എത്തിക്കാൻ വേണ്ടി സഈമിനെ നേതാവിനെ ഈ മന്ത്രിയെ ഇലാ ഖറിയതിഹി തൻ്റെ നാട്ടിലേക്ക് ബി സയ്യാറത്തിഹി അൽ ഖാസ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ. അങ്ങനെ ടാക്സിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വലിയ നേതാവാണ്, എന്നിട്ടാണ് ടാക്സിയിൽ കയറി പോകുന്നത്, സ്വന്തമായിട്ടൊരു വണ്ടി പോലുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സങ്കടമായിട്ട് തൻ്റെ വണ്ടിയും തൻ്റെ ഡ്രൈവറെയും ഏർപ്പാടാക്കി കൊടുത്തു നാട്ടിലേക്ക് പോകാൻ വേണ്ടി. ഹൽ താരിഫൂന ദാലിക റജുലൽ ഫാദില ഈ മഹാനായ റജുല് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം ഈ മന്ത്രി സ്ഥാനമൊഴിഞ്ഞ മന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലദി ലാ യംലികു മബ്ലഗ സയ്യാറത്തിൻ ഉജ്റത്തിൻ ഒരു ടാക്സിയുടെ തുക പോലും സ്വന്തമായി ഇല്ലാത്ത, അതായത് തിരുവനന്തപുരത്ത് നിന്നും വീട്ടിലേക്ക് ടാക്സി പിടിച്ച് പോകാനുള്ള പൈസ പോലും കയ്യിലില്ലാത്ത ആ മഹാനായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലിയഊദ ഇലൽ ഖറിയത്തി തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ബഅദ ഇസ്തിഖാലത്തിഹി അൻ മൻസിബിൽ വസീർ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം. ഇസ്തിഖാലത്ത് മീൻസ് രാജിവെക്കുക. മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകാൻ കാറ് പിടിച്ച് ആ കാറിന് കൊടുക്കാനുള്ള പൈസ പോലും കയ്യിൽ ഇല്ലാതിരുന്ന ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹുവ സഈദു സിയാസിയുൽ ഫാദിൽ വൽ ഖതീബുൽ ഹുവ അദ്ദേഹം സഈമു സിയാസിയുൽ ഫാദിൽ മഹാനായ രാഷ്ട്രീയ നേതാവ്, വൽ ഖതീബുൽ ബലീഗ് വാചാലനായ വാഗ്മിയായ പ്രസംഗകൻ, വൽ കാത്തിബുൽ മുതമയ്യിസ് സവിശേഷവാനായ എഴുത്തുകാരൻ, വസിഹാഫിയു ഷഹീർ പ്രശസ്തനായ പത്രപ്രവർത്തകൻ, CH മുഹമ്മദ് കോയയാണ്. ഇത്രയും വിശേഷണങ്ങളൊക്കെ ഉള്ള CH മുഹമ്മദ് കോയയാണത് അല്ലേ. അദ്ദേഹം 1979 മുഖ്യമന്ത്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അല്പനാൾ കഴിഞ്ഞതിന് ശേഷം ആ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്ന സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ആയിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അങ്ങനെയുള്ള വ്യക്തിയാണ് വീട്ടിലേക്ക് പോകാൻ കാറിന് പൈസ കൊടുക്കാൻ പൈസയില്ലാത്ത അവസ്ഥയിലുള്ളത്. അത്രയും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തമായി ഒന്നും സമ്പാദിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഹുവ ശഖ്സിയത്തുൻ ബാരിസത്തുൻ അദ്ദേഹം മികച്ചൊരു വ്യക്തിത്വത്തിനുടമയാണ്. ഖദ്ദമ ഇസ്ഹാമാത്തിൻ കബീറത്തൻ വലിയ സേവനങ്ങൾ, വലിയ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകി. ഫി തത്വീരിൽ മുജ്തമഇ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി. വ തഅസീസിൽ ലുഗത്തിൽ അറബിയത്തി ഫി കേരളത്തിൽ അറബി ഭാഷയെ ശക്തിപ്പെടുത്താൻ വേണ്ടി. തഅസീസ് മീൻസ് അറബി ഭാഷയെ പ്രതാപത്തിലാക്കുക, അറബി ഭാഷയെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അതേപോലെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇസ്ഹാമാത്ത് മീൻസ് സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ്. ഒരിഫ ബി ദഅമിഹി അൽ ഖവി അദ്ദേഹം അറിയപ്പെട്ടു. ബി ദഅമിഹിൽ ഖവി അദ്ദേഹത്തിൻ്റെ ശക്തമായ സപ്പോർട്ട് കൊണ്ട് അറിയപ്പെട്ടു. എന്തിനുള്ള? ലി തഅലീമിൽ മുജ്തമഇ വ തത്വീരിഹി സമൂഹത്തിൻ്റെ തത്വീർ പുരോഗതിക്കും അതേപോലെ തഅലീം വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ സപ്പോർട്ട്, ശക്തമായ പിന്തുണ കൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു. എന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവാണ്. വലഅബ ദൗറൻ കബീറൻ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ദൗർ മീൻസ് പങ്ക്. ഫി ഇസ്ലാഹാത്തിൻ തഅലീമിയത്തിൻ
വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി മുഹിമ്മത്തിൻ പ്രധാനപ്പെട്ട ഫി വിലായത്ത് കേരള സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പരിഷ്കരണങ്ങളിലുമൊക്കെ. കമാ അന്നഹു അസ്സസ, അതേപോലെ അദ്ദേഹം ശക്തിപ്പെടുത്തി താലീം അൽ ഫതയാത്തി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അൽ മുസ്ലിമാത്തി, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. എങ്ങനെ? ബിൽ മിനഹി ദിറാസിയത്തി, സ്കോളർഷിപ്പ് കൊണ്ട്, എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ട്. മിനഹി മീൻസ് സ്കോളർഷിപ്സ്. വൽ ഫദ്ലു യഊദു ഇലൈഹി, അദ്ദേഹത്തിലാണ് ക്രെഡിറ്റ് പോകുന്നത്, അദ്ദേഹത്തിനാണ് ക്രെഡിറ്റ്. എന്തിൻ്റെ ക്രെഡിറ്റ്? ഫി തഅസീസ് ജാമിഅത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ക്രെഡിറ്റ് CH മുഹമ്മദ് കോയക്കാണ്. വ ജാമിഅത്തി കൊച്ചിൻ ലിൽ ഉലൂമി ടെക്നോളജിയ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കുസാറ്റ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയും സ്ഥാപിതമായതിലെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിനാണ്. മീൻസ് അതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ഇദ്ദേഹമാണ്. അല്ലഫ കസീറ മിനൽ കുതുബി, അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വൽ മക്കാലാത്തി, ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വലഹു ഇദ്ദത്തു കുതുബിൻ ഫി അദബിർ റിഹ്ലത്തി, സഞ്ചാര സാഹിത്യത്തിൽ അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇർത്തഹലില ജിവാരി റബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി, റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്രയായി. അദ്ദേഹം മരണപ്പെട്ടു. എപ്പോൾ? 1983. താരിക്കൻ ദിക്റയാത്തിൻ ഖാലിദത്തൻ ഹുൽവത്തൻ, മധുരമുള്ള ശാശ്വതമായ ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് പോയി. എപ്പോൾ? 1983. നുറാജിയ മവാക്കിയ ഇന്റർനെറ്റ് വനക്തഷ്ഫുമായി എത്തി അനി സയ്യിദ് CH മുഹമ്മദ് കോയ, നെറ്റ് നോക്കിക്കൊണ്ട്, നെറ്റിൽ പരിശോധിച്ചുകൊണ്ട് CH മുഹമ്മദ് കോയയുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പൂരിപ്പിക്കാം. എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ഇവിടെയുണ്ട്, അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമുള്ളത് മക്കാനുൽ വിലാദത്ത്, പ്ലേസ് ഓഫ് ബർത്ത്. എവിടെയാണ്? അത്തോളി, കാലിക്കൂത്ത്, കോഴിക്കോടിലെ അത്തോളി എന്ന സ്ഥലത്താണ്. വിലായത്ത് കേരള ഹിന്ദി, ഇന്ത്യ. ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പായമ്പുനത്തിൽ അലി മുസ്ലിയാർ എന്നാണ്. ഇസ്മു സൗജത്ത് അമീന കോയ, ഭാര്യയുടെ പേര്. അദ്ദിറാസത്ത്, അദ്ദേഹത്തിൻ്റെ പഠനം. ഇൽത്തഹക്ക ബി കുല്ലിയത്തിൻ റിജാലിയും ഫി മാംഗ്ലൂർ മെൻസ് കോളേജിൽ അദ്ദേഹം ചേർന്നു. സുമ്മ തഹറജ മിൻ ജാമിയത്തി മദ്രാസ്, പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കി. ബിദറജത്തി അഫ്ദൽ ഉലമ ഫിലോത്തിൽ അറബിയ, അറബി ഭാഷയിലെ അഫ്ദൽ ഉലമ എന്ന ഡിഗ്രിയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അൽ മനാസിബ്, അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? റയീസ് വസറായി വിലായത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പിന്നെ നായിബ് റയീസ് വസറായി കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി, വസീർ താലീം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, വസീർ ദാഖിലിയ, ഹോം മിനിസ്റ്റർ മീൻസ് ആഭ്യന്തരമന്ത്രി, വസീറുൽ മാലിയ, ധനമന്ത്രി, റയീസു തഹരീർ ജരീദത്തി ചന്ദ്രിക പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ. അങ്ങനെ ഒരുപാട് പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. താരിഖുൽ വഫാത്ത് എപ്പോഴാണ്? 83 സെപ്റ്റംബർ 28. താരിഖുൽ വിലാദത്ത് 1927 ജൂലൈ 15. ഇസ്മുൽ വാലിദത്ത്, നെയിം ഓഫ് മദർ മറിയുമ്മ. അസ്മാഉൽ ഔലാദ്, മക്കളുടെ പേര്. ഇബ്നുൽ വാഹിദിൻ, ഒരു മകൻ. ആരാണ് അദ്ദേഹം? ഡോക്ടർ MK മുനീർ, പിന്നീട് കേരളത്തിൻ്റെ മന്ത്രിയായി തീർന്ന ഡോക്ടർ MK മുനീർ. വബ്നത്താനി, പിന്നെ 2 പെൺകുട്ടികളുമുണ്ട്. പിന്നെ അൽ ഖിദ്മാത്ത്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. അറായിദ് ഫിൻ നുഹൂദി ബിത്തഅലീമി ഖാസത്തൻ ലിൽ ഫതയാത്ത് ലിൽ ഫിആത്തിൽ മുതഅഖിറത്തി ഫി ശമാലി കേരള. അറായിദ് ഫിൻ നുഹൂദി ബിത്തഅലീം, വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ നായകനാണ് അദ്ദേഹം. ഖാസത്തൻ, പ്രത്യേകിച്ചും. ലിൽ ഫിആത്തിൽ മുതഅഖിറത്തി, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ. ഫി ശമാലി കേരള വടക്കൻ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെയൊക്കെ നായകനാണ് അദ്ദേഹം. അൽ മുസാഹമത്ത് ഫി തഷ്കീൽ ഇത്തിഹാദി മുഅല്ലിമി അൽ അറബിയ ബി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KTF, അതിൻ്റെയൊക്കെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അൽ അമൽ ഫി മജാലി സിഹാഫത്തി വൽ അദബി, സാഹിത്യത്തിലും പിന്നെ പത്രപ്രവർത്തനത്തിലും അദ്ദേഹം പങ്കുണ്ട്. അദ്ദേഹത്തിന് അതിലൊക്കെ പങ്കുണ്ട്.
അൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്തൊക്കെയാണ്? സമാനിയത്ത് മുഅല്ലഫാത്തിൻ അലൽ കുറഞ്ഞത് 8 രചനകൾ അദ്ദേഹത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് റിഹ്ലത്തുൽ ഹജ്ജ് എന്ന ഒരു യാത്രാ വിവരണം അല്ലേ, ഹജ്ജ് യാത്ര. പിന്നെ കോക്കസ്, ലണ്ടൻ, അൽ കാഹിറ എന്നൊരു പുസ്തകം. മലേഷ്യ അല്ലത്തി റഅയ്തുഹ, ഞാൻ കണ്ട മലേഷ്യ. വൽ ഇത്തിഹാദ് സോവിയറ്റ് യൂണിയൻ. അങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മക്കാനുൽ വഫാത്ത്, മരണപ്പെട്ട സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം, കേരള അൽ ഹിന്ദ്, കേരളത്തിലെ തിരുവനന്തപുരത്താണ്. ഓക്കെ. ഇനി ആദ്യത്തെ തർജമത്ത് CH മുഹമ്മദ് കോയ ബി മുസാദത്തിൽ നിഖാത്ത് സാബിക്ക. മേലെ പറഞ്ഞ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ CH മുഹമ്മദ് കോയയുടെ ഒരു തർജമത്ത്, ഒരു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തയ്യാറാക്കാം. അതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. CH മുഹമ്മദ് കോയ. ഷെയ്ഖ് CH മുഹമ്മദ് കോയ സിയാസിൻ വ മുസ്ലിഹുൻ ഇജ്തിമാഇയുൻ ഹിന്ദിയൻ ബാരിസുൻ, ഇന്ത്യക്കാരനായ പ്രഗത്ഭനായൊരു സാമൂഹ്യ പരിഷ്കർത്താവും രാഷ്ട്രീയക്കാരനുമാണ്. വലുദഫി അത്തോളി ബി വിലായത്ത് കേരള, കേരളത്തിലെ അത്തോളിയിൽ അദ്ദേഹം ജനിച്ചു. തലക്ക താലീമഹുൽ അവലിയ, അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടി. വതഹറജ മിൻ ജാമിയത്തി മദ്രാസ്, പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കി. ഹാസിലൻ അലാ ഷഹാദത്തി അഫ്ദൽ ഉലമ ബിരുദം കരസ്ഥമാക്കി. ഫിലോത്തിൽ അറബി, അറബി ഭാഷയിലെ അഫ്ദൽ ഉലമ എന്ന ബിരുദമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ലൈബ കോയ ദൗറൻ മെഹവരിയൻ ഫി ഹയാത്തി കേരള സിയാസിയത്തി വ തഅലീമിയത്തി. CH മുഹമ്മദ് കോയ കേരളത്തിലെ വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലയിൽ നേതൃപരമായ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ലൈബ CH മുഹമ്മദ് കോയ ദൗറൻ മെഹവരിയൻ, പ്രധാനമായ പങ്ക് വഹിച്ചു. ഫി ഹയാത്തി കേരള സിയാസി, കേരളത്തിലെ രാഷ്ട്രീയ വ തഅലീമിയ, വിദ്യാഭ്യാസ ജീവിതത്തിൽ. ഹൈസു തഖല്ലദ ഇദ്ദത്ത മനാസിബ, അദ്ദേഹം ധാരാളം പദവികൾ വഹിച്ചു. റഫിയ, ഉയർന്ന ധാരാളം പദവികൾ വഹിച്ചു. അബ്രസുഹ, അതിൽ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും തിളക്കമാർന്ന പദവി ഏതാണ്? റയീസ് വസറാഇൽ വിലായത്തി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ്. വനായിബ് റയീസ് വസറായി, അതേപോലെ ഉപമുഖ്യമന്ത്രി പദം. വസീർ താലീം, വിദ്യാഭ്യാസ മന്ത്രി പദം. കാന റായിദൻ ഫിൻ നുഹൂദി ബിത്തഅലീമി ലിൽ ഫിയാത്തിൽ മുതഅഖിറ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. കാന റായിദൻ, അദ്ദേഹം നേതാവായിരുന്നു. ഫിൻ നുഹൂദി, പരിഷ്കരണത്തിനുള്ള, നവോത്ഥാനത്തിന് വേണ്ടിയുള്ള. ബിത്തഅലീമി, വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള. ലിൽ ഫിയാത്തിൽ മുതഅഖിറ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ. വലഹു ഇസ്ഹാമാത്തുൻ അദബിയത്തുൻ, അദ്ദേഹത്തിന് സാഹിത്യപരമായ സംഭാവനകളുണ്ട് കേരളത്തിൽ. വസിഹാഫിയത്തുൻ, അതേപോലെ പത്രപ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്, കബീറ, വലിയ പങ്കുണ്ട്. മിൻ ഖിലാലിൽ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടെ. വഅമലിഹി കറഈസ് തഹരീർ ജരീദ് ചന്ദ്രിക പത്രത്തിലെ റയീസ് തഹരീർ, ചീഫ് എഡിറ്റർ ആയി ജോലി ചെയ്തതുപോലെ അതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് സാഹിത്യ പത്രപ്രവർത്തന മേഖലകളിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. അള്ളല്ല മുഹമ്മദ് കോയ അലമൻ ഫി മൈദാനിൽ ഖിദ്മത്തിൽ ആമത്തി. CH മുഹമ്മദ് കോയ പൊതു സേവന രംഗത്ത് ഒരു പേരായി തീർന്നു. പേര് ആയിക്കൊണ്ടേയിരുന്നു. ഹത്ത വഫാത്തിഹി, മീൻസ് അതായത് പൊതു സേവന രംഗത്തായിക്കൊണ്ടേയിരുന്നു. ഏതുവരെ? ഹത്ത വഫാത്തിഹി, തൻ്റെ മരണം വരെ. ഫി തിരുവനന്തപുരത്ത് 1983 മരിക്കുന്നത് വരെ ജനങ്ങളുടെ സേവകനായിട്ട് അദ്ദേഹം കഴിഞ്ഞു. ഇതാണ് CH മുഹമ്മദ് കോയയെ കുറിച്ചുള്ള ജീവചരിത്രം. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, ലിമ ആദ CH മിൻ ആസിമത്ത് കേരള. CH കേരള തലസ്ഥാനത്ത് നിന്നും എന്തുകൊണ്ടാണ് മടങ്ങിയത്? കാരണം ജോലി രാജിവെച്ചതുകൊണ്ടാണല്ലേ. അപ്പോൾ ആദ CH മിൻ ആസിമത്ത് കേരള, CH കേരള തലസ്ഥാനത്ത് നിന്നും മടങ്ങി. ലി അന്നഹു തഖല്ല അൻ മൻസിബിഹിൽ ഹുക്കൂമി, കാരണം അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും ഒഴിഞ്ഞു. തഖല്ല, രാജിവെച്ചൊഴിഞ്ഞു. ആദ CH മിൻ ആസിമത്ത് കേരള ലി അന്നഹു തഖല്ല അൻ മൻസിബിഹി അൽ ഹുക്കൂമി. രണ്ടാമത്തെ ചോദ്യം, മൻ കാന യുറത്തിബുൽ കുത്തുബ വൽ അസാസ. പുസ്തകങ്ങളും വീട്ടുസാധനങ്ങളുമൊക്കെ ആരായിരുന്നു അടുക്കി വെച്ചിരുന്നത്? മകനും മകളുമാണ് അല്ലേ. അപ്പോൾ കാന യുറത്തിബുൽ കുത്തുബ വൽ അസാസ ഇബ്നത്തു CH വ ഇബ്നുഹു. പുസ്തകങ്ങളും മറ്റും അടുക്കി വെച്ചിരുന്നത് ഇബ്നത്തു CHൻ്റെ മകളും വ ഇബ്നുഹു, അദ്ദേഹത്തിൻ്റെ മകനുമായിരുന്നു. അല്ലെങ്കിൽ ഇബ്നു CH വ ഇബ്നത്തുഹു, മകനും മകളുമായിരുന്നു.
മിൻ ഐന മിൻ ഐന ഹസല സി എച്ച് അല തക്ലിഫത്തി സയ്യാറത്തിൻ ഉജ്റ. ടാക്സിയുടെ തുക എവിടെ നിന്നാണ് സി എച്ചിന് കിട്ടിയത്? ടാക്സിക്ക് പോകാൻ വേണ്ടിയുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? സുഹൃത്ത് നൽകിയതാണ് അല്ലേ. അപ്പോൾ ഹസല സി എച്ച് അല തക്ലിഫത്തി സയ്യാറത്തി ഉജ്റ മിൻ സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനിൽ നിന്നും. ഹൽ ആദ സി എച്ച് ഫി സയ്യാറ ഉജ്റ, സി എച്ച് ടാക്സിക്കാരിലാണോ മടങ്ങിയത്? ഇല്ല. പിന്നെ കൈഫ ആദ സി എച്ച് ഇല കാലിക്കൂസ്, പിന്നെ എങ്ങനെയാണ് സി എച്ച് കാലിക്കൂസിലേക്ക് മടങ്ങിയത്? ആദ സി എച്ച് ഇല കാലിക്കൂസ് ഫി സയ്യാറത്തി സ്വദീഖിഹി അൽ ഖാസത്തി, തൻ്റെ കൂട്ടുകാരൻ്റെ പ്രൈവറ്റ് കാറിലാണ് അദ്ദേഹം കോഴിക്കോടേക്ക് മടങ്ങിയത്. ഫി സയ്യാറത്തി സ്വദീഖിഹി അൽ ഖാസത്തി, തൻ്റെ കൂട്ടുകാരൻ്റെ പ്രൈവറ്റ് കാറിൽ. ഇതോടെ ഈ യൂണിറ്റ് അവസാനിച്ചു.